ഹായ് മക്കളെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ് ചാപ്റ്റർ 8 ആയിട്ടുള്ള മോഷൻ ഇൻ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ചലന നിത്യജീവിതത്തിൽ. ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതായത് ലെറ്റേഴ്സും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാപ്റ്റർ ഒന്ന് നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും വേഗം ഒന്ന് റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ മെറ്റീരിയൽ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ എല്ലാവരും ഉഷാറാണെങ്കിൽ ഒരു ഫയർ ഇമോജി അയച്ചിടാൻ നോക്കട്ടെ. യെസ് സെറ്റ് ആണ്. സോ നമുക്ക് വേഗം തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മോഷൻ അല്ലെങ്കിൽ ചലനം. മോഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നുവെങ്കിലും സമയം പോകുന്നതിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നു. ആദ്യം ഞാൻ ഇവിടെ ആയിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയായി. അപ്പോൾ എന്താണ്, ഞാൻ മോഷനിലാണ് അല്ലെങ്കിൽ ചലനത്തിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് വി കോൾ മോഷൻ അല്ലെങ്കിൽ ചലനം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റേറ്റുകളാണത്. ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന് രണ്ട് ടൈപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥ, ഒന്നും ചെയ്യാതെ ശാന്തമായിട്ട് അനങ്ങാതിരിക്കുന്ന അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. അതിന്റെ പൊസിഷൻ മാറുന്നുണ്ടോ? പൊസിഷൻ മാറുന്നില്ല. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച്. ഒരു വസ്തുവിന്റെ സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. ഇനി എന്താണ് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എ ബുക്ക് റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ. മേശപ്പുറത്ത് വെറുതെ ഇരിക്കുന്ന ബുക്ക്. നമ്മുടെയൊക്കെ ബുക്കല്ലേ, വെറുതെ ഇരിക്കാറുള്ളൂ, നമ്മളെടുത്ത് പഠിക്കാറില്ലാത്തതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കും, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓക്കെ, സോ മേശപ്പുറത്ത് വെറുതെ ഇരിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആണ്. എ ട്രീ ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിലുള്ള മരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, അവർ റെസ്റ്റിലാണ്. ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ റെസ്റ്റിലാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ. അപ്പോൾ എന്തായിരിക്കും? പൊസിഷൻ മാറുന്നു അല്ലേ, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നു, സ്ഥാനം മാറുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഓടുന്നു അല്ലെ, ഒരു അത്ലറ്റ് ഒരു ഓട്ട മത്സരത്തിൽ ഒരാൾ ഓടുന്നു. അതുപോലെ ഒരു കാറ് മൂവ് ചെയ്യുന്നത്, വിമാനം പോകുന്നത്, കാക്ക പറക്കുന്നത്, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയുന്നത്. ആൻ ഒബ്ജക്ട് ക്യാൻ ബി സെഡ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻ ടു അനദർ ബോഡി ഓർ പൊസിഷൻ. ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ വെച്ച് മാത്രമേ മറ്റൊരു വസ്തു മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ഇപ്പം ഞാനും നിങ്ങളിൽ ആരെങ്കിലും ആയിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബസ്സിന്റെ പുറത്ത് നിന്ന് നോക്കുന്നവർ നോക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ബസ്സിൻ്റെ ഒപ്പം മൂവ് ചെയ്യുകയാണല്ലേ, അപ്പോൾ നമ്മൾ മോഷനിലാണ് പുറത്ത് നിന്ന് നോക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ബസ്സിലിരിക്കുന്ന ഞാനും എൻ്റെ അപ്പുറത്തിരിക്കുന്ന നിങ്ങളിൽ ഒരാൾ. ഓക്കെ, അപ്പം ഞാൻ എന്നെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്തിലാണ്? റെസ്റ്റിലാണ്. കാരണം എന്താണ്? എന്നെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അനങ്ങുന്നില്ല, നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് വെറുതെ ഇരിക്കുകയാണ്. സോ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നമ്മൾ രണ്ടുപേരും റെസ്റ്റിലാണ്. പക്ഷെ പുറത്ത് നിന്ന് ഒരാൾ നോക്കുമ്പോൾ, ബസ്സിന്റെ പുറത്ത് നിന്ന് ഒരാൾ നോക്കുമ്പോൾ ബസ് മൂവ് ചെയ്യുന്നു, അതിനുള്ളിലുള്ള നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഏത് വസ്തുവിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏത് വസ്തുവിനെ റെഫറൻസ് ചെയ്തിട്ടാണോ നമ്മുടെ മോഷൻ നോക്കുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഏത് വസ്തുവിനെ ആസ്പദമാക്കിയിട്ടാണോ നമ്മുടെ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്, ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു. ഓക്കെ, യെസ്, പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? സോ നമ്മുടെ മോഷൻസ്, അതായത് മൂവ്മെന്റ്സ് എവ്രിവെയർ, ചലനം സർവത്ര ചലനത്തിൽ വരുന്നത് നമ്മുടെ വേൾഡ് എൻറ്റയർലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള പോയിന്റ് ആണ്. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഗാലക്സീസ് ആർ മൂവിങ് എവറി മൂവ്മെന്റ്. അതായത് എവറി മൊമെന്റ് കേട്ടോ, എവറി മൊമെന്റ് ആണ്. അതായത് എല്ലാ നിമിഷവും എല്ലാവരും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹങ്ങളായിക്കോട്ടെ, നക്ഷത്രങ്ങളായിക്കോട്ടെ, ഗാലക്സികളായിക്കോട്ടെ, അങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ നമ്മുടെ എർത്തും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഭൂമിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഭൂമി സ്വയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ സൂര്യന്റെ ചുറ്റിനും കറങ്ങുന്നുണ്ടല്ലേ. സോ ഭൂമിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭൂമി ചലിക്കുന്ന കൂട്ടത്തിൽ നമ്മളും ചലിക്കുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ വെറുതെ അനങ്ങാതെ റെസ്റ്റിലാണ് നമ്മൾ പറയുകയാണെങ്കിൽ പോലും ബാക്കി നമ്മുടെ സൗരയൂഥത്തിലുള്ള സോളാർ സിസ്റ്റത്തിലുള്ള ബാക്കി പ്ലാനറ്റുകളെയും ഗാലക്സികളെയൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു വെറുതെ കിടക്കുന്ന ഒരു കല്ല് മൂവ് ചെയ്യുന്നുണ്ട്, കാരണം എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എർത്തിലുള്ളവരും മൂവ് ചെയ്യുന്നുണ്ട്. ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് മോഷൻ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തിനെ ആധാരമാക്കിയിട്ടാണെന്നാണ് പറയുന്നത്. ഓൾ ദ ഒബ്ജക്ട്സ് ഓൺ എർത്ത് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി എ റെസ്റ്റ് ആർ ഓൾസോ മൂവിങ് അലോങ് വിത്ത് എർത്ത്. ഭൂമിയിൽ നിശ്ചലമാണ് നമ്മൾ കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ടല്ലോ അല്ലെ, ചലിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ റെഫറൻസ് ബോഡി മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്നുള്ളത്. ഇപ്പോൾ വെറുതെ കിടക്കുന്ന ഒരു കല്ല് ആ ഭൂമിയുടെ ഒരു തറ അല്ലെ, നമ്മുടെ ആ ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ അത് റെസ്റ്റിലാണ്. പക്ഷേ പുറത്ത് സൂര്യനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അത് മോഷനിലാണ്, കാരണം ഭൂമി കറങ്ങുമ്പോൾ കല്ലും കറങ്ങുന്നുണ്ട്. മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ക്യാൻ ബി എക്സ്പ്ലൈൻഡ് ഓൺലി ബേസ്ഡ് ഓൺ എ റെഫറൻസ് ബോഡി. ചലനം മറ്റൊരു വസ്തുവിനെ അവലംബമാക്കി മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി വെൻ ദ റെഫറൻസ് ബോഡി ചേഞ്ച് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് മെനി ഒബ്ജക്ട്സ് ദാറ്റ് അപ്പിയർ ടു ബി അറ്റ് റെസ്റ്റ് ആർ ആക്ച്വലി ഇൻ മോഷൻ. അവലംബ വസ്തു മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി റെസ്റ്റിലുള്ളവർ ശരിക്കും എന്തല്ല, റെസ്റ്റിലല്ല എന്നുള്ള കാര്യം. ഓക്കെ, we have understood that some objects are said to be at rest with reference to the earth,
However, the Earth and all the objects on it are in motion with reference to sun and other spheres of the solar system. ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണ് നാം മനസ്സിലാക്കി. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ്. അല്ലെ നമ്മൾ പറഞ്ഞു അല്ലെ? യെസ്. ദെൻ ഓക്കെ, നമ്മുടെ ബോഡിക്കകത്തുള്ള കുറച്ച് മൂവ്മെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ റെസ്റ്റിലാണ്, നമ്മൾ അനങ്ങാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ എന്നാലും അതിനകത്ത് ആൾക്കാരൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിന്റെ മൂവ്മെന്റ് എന്താണ്? ഹാർട്ട് ബീറ്റ് അല്ലെ, ഹൃദയം ഇടിക്കുന്നു. ലങ്സ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു അല്ലെ, ലങ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ. സ്റ്റൊമക് ആമാശയം, യെസ്, പെരിസ്റ്റാൾസിസ് നടക്കുന്നു അല്ലെ, ദഹനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ടൈപ്സ് ഓഫ് മോഷൻ ആണ് നോക്കുന്നത്. ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് 5 ടൈപ്സ് ആണുള്ളത്. ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, സർക്കുലർ മോഷൻ, അതുപോലെ വൈബ്രേഷൻ, ഓസിലേഷൻ. ഇതാണ് 5 ടൈപ്സ് ഓഫ് മോഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ മോഷൻ. ഓക്കെ, നേർരേഖാ ചലനം. ലീനിയർ മോഷൻ ഈസ് എ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു വസ്തു നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ അതാണ് ലീനിയർ മോഷൻ. എക്സാമ്പിൾ, ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുന്നു, വളവും തിരിവൊന്നും ഇല്ലാത്ത റോഡാണ് കേട്ടോ. സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ അത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആണ്. എലിവേറ്റർ, ലിഫ്റ്റില്ലേ, ലിഫ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷെ അതെന്താ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, നേരെയാണ് പോകുന്നത്. അതും ഒരു ലീനിയർ മോഷൻ എക്സാമ്പിൾ ആണ്. ലൈറ്റ് ട്രാവലിംഗ് ഇൻ സ്പേസ്, ബഹിരാകാശത്തിൽ നമ്മുടെ പ്രകാശം ചലിക്കുന്നത് എങ്ങനെയാണ്? അതും ഒരു നേർരേഖാ ചലനമാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. അതാണ് കാർ പോകുന്നുണ്ടോ നേർരേഖയിൽ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത് വരുന്ന ടൈപ്പാണ് റൊട്ടേഷൻ മോഷൻ. രണ്ടാമത്താണ് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണചലനം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നേ ഉള്ളൂ. റൊട്ടേഷൻ മോഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്. സ്വന്തം അക്ഷത്തിൽ അവിടെ നിന്നുകൊണ്ട് കറങ്ങുന്നു. ഫോർ എക്സാമ്പിൾ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ, സ്വന്തം ആക്സിസിനെ വെച്ചുകൊണ്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്? റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണചലനം എന്ന് പറയുന്നത്. സോ ഓൺ ആക്സിസിന് വെച്ച് കറങ്ങുകയാണെങ്കിൽ അത് റൊട്ടേഷൻ മോഷൻ. അല്ലെങ്കിൽ എക്സാമ്പിൾ പമ്പരം, അതുപോലെ ഭൂമിയുടെ ഭ്രമണം. ദെൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഒരാൾ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. ഓക്കെ, സർക്കുലർ മോഷൻ ഇസ് എ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ സർക്കുലർ പാത്ത്. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ. സണ്ണിന്റെ ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണല്ലേ, ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് പാത്തിലാണ്? ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുന്നതുകൊണ്ട് അത് സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. എ ബോയ് റണ്ണിങ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, ഒരു കുട്ടി വൃത്താകൃതിയിലുള്ള ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ ചുറ്റും ഓടാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സർക്കുലർ മോഷൻ ആണ്. ദെൻ അതുപോലെ നമ്മുടെ ക്ലോക്കിന്റെ സൂചിയില്ലേ, ക്ലോക്കിന്റെ സൂചി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, യെസ്. ദെൻ ഓസിലേഷൻ. ഇത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമ്മളുടെ അടുത്തടുത്ത വലിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ടു ബോത്ത് സൈഡ്സ് അബൌട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു വള്ളി തൂക്കിയിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ബോബ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെറ്റൽ സ്ഫിയർ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മെറ്റൽ സ്ഫിയറിനെ ഒരു എൻഡിൽ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ചിട്ട് വിടാണ്. ഓക്കെ, ഒരു എൻഡിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിന് വിട്ട് കഴിയുമ്പോൾ ആളെന്ത് ചെയ്യും? അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും അല്ലെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോത്ത് സൈഡ്സ്, ടു ആൻഡ് ഫ്രോ, രണ്ട് വശങ്ങളിലേക്കും അത് ആടുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവും, അതായത് ഈ നേരെ നിൽക്കുന്ന പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓസിലേഷൻ. ഫോർ എക്സാമ്പിൾ, സ്വിംഗിങ് ഓൺ എ സ്വിംഗ്, നമ്മൾ ഊഞ്ഞാലിലാടുന്നത് അല്ലെ, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. അതുപോലെ സീസോയിൽ കളിക്കുന്നത്. ദെൻ മൂവ്മെന്റ് ഓഫ് എ പെൻഡുലം ഇൻ എ പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിനകത്തുള്ള പെൻഡുലില്ലേ, താഴെ ഇങ്ങനെ തൂക്കിടക്കുന്ന ഒരു സംഭവം, അതിങ്ങനെ ആടുന്നത് എന്താണ്? അതും ഓസിലേഷൻ ആണ്. ദെൻ വൈബ്രേഷൻ. ഈ പറഞ്ഞ ഓസിലേഷൻ തന്നെ കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ, കുറച്ചല്ല നല്ല സ്പീഡായി കഴിയുമ്പോൾ അതെന്തായി? വൈബ്രേഷൻ ആയി. കാരണം ഓസിലേഷൻ നമുക്ക് കാണാൻ പറ്റും, വൈബ്രേഷൻ നമുക്ക് പലപ്പോഴും കാണാൻ പോലും പറ്റാറില്ല, പലപ്പോഴും അത് ഫീൽ ചെയ്യാറേ ഉള്ളത്. ഓക്കെ, സോ കമ്പനം എന്ന് പറയുന്നത് ഓസിലേഷൻ ഫാസ്റ്റ് ആയി കഴിയുമ്പോഴാണ് കമ്പനമാകുന്നത്. ഫോർ എക്സാമ്പിൾ, ട്യൂണിംഗ് ഫോർക്കിന്റെ മോഷൻ. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് മൂവ് ചെയ്യുന്നത് വൈബ്രേഷൻ ആണ്. അതുപോലെ നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച് നടുക്കിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതും ടു ആൻഡ് ഫ്രോ, ഇരുവശങ്ങളിലേക്കുമുള്ള മോഷനാണ്, പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആയിരിക്കും. കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്, കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ വരുന്ന ടൈപ്പ് ഓഫ് മോഷൻ, ഏത് ടൈപ്പ് മോഷൻ ആണെന്നും അതുപോലെ തന്നെ അതിന്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീസോ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. സോ എന്താണ്? ഓസിലേഷൻ, ദോലനമാണ്. അതിന്റെ പ്രയോജനം എന്താണ്? എന്റർടൈൻമെന്റ് അല്ലെ, നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടാണ്. ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ക്ലോക്കിന്റെ സൂചി ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കുലർ മോഷൻ ആണ്, വർത്തുള ചലനമാണ്. എന്തിനാണ്? സമയം കാണിക്കാനാണ് അല്ലെ, ടു ഷോ ടൈം. ടോപ്പ്, പമ്പരം അല്ലെ, സ്പിന്നിങ് ടോപ്പ് എന്താണ്? അത് നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ, ഒരു ആക്സിസിന് വെച്ച് കറങ്ങാണ്, ഭ്രമണചലനമാണ്. അതും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ദെൻ സ്ട്രിംഗ് ഓഫ് എ വീണ.
വീണയുടെ കമ്പി നമുക്കത് അനങ്ങുന്നത് പ്രോപ്പറായിട്ട് കാണാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സ്പീഡാണ്. സോ ദാറ്റ് ഈസ് വൈബ്രേഷൻ, കമ്പനമാണ്. അതെന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു നല്ല സൗണ്ട് അല്ലേ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള സൗണ്ട്, ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ആ ഒരു എക്സാമ്പിൾസും അത് എന്തിനാണെന്നുള്ളതും എന്തായാലും ഓർത്തിരിക്കുക. ചിലപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ദെൻ വാട്ട് ഈസ് ഫോഴ്സ്? എന്താണ് ബലം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ നമ്മൾ കൊടുക്കുന്ന തള്ളലോ വലിക്കലോ ആണ് ബലം. ഇനി ബലത്തിന് ഒരു ഒബ്ജക്റ്റിൽ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ബലം കൊടുത്താൽ ഒരു ഒബ്ജക്റ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ബലം കൊടുത്താൽ സാധിക്കും. ഉരുണ്ടു വരുന്ന ഒരു ബോളിൽ നമ്മളൊരു ബലം കൊടുത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ആ ബോൾ എന്തായി? സ്റ്റോപ്പായി. ഓക്കെ, അപ്പൊ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഒരു ഫോഴ്സ് കൊടുത്താൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, മൂവ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും, വെറുതെ ഇരിക്കുന്നതിനെ മൂവ് ചെയ്യിക്കാനും പറ്റും. അതുപോലെ ഫോഴ്സിന് സ്പീഡ് കൂട്ടാൻ പറ്റും, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ ഷേപ്പും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റാൻ പറ്റും? മൂവ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, റെസ്റ്റിലിരിക്കുന്നതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും, സ്പീഡ് കൂട്ടാൻ പറ്റും, ഡയറക്ഷൻ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഷേപ്പും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഫോഴ്സ് കാരണം നമുക്ക് ഒരു ഒബ്ജക്റ്റിലെ മാറ്റങ്ങളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നമ്മൾ സൈക്കിളിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൈക്കിളിൻ്റെ ഓരോ പാർട്സിലും വരുന്ന മോഷൻസ് ഏതൊക്കെയാണ്? പെഡലിൽ വരുന്ന എന്താണ്? നമ്മൾ സർക്കുലർ മോഷനാണ് കൊടുക്കുന്നത്. വലിയ ഗിയറിനകത്ത് റൊട്ടേഷൻ മോഷനാണ്, ചെറിയ ഗിയറിലും റൊട്ടേഷൻ മോഷനാണ്. ചെയിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലീനിയർ മോഷനും വരുന്നുണ്ട്. സോ രണ്ടും കൂടി ചേർന്നിട്ട് വരുന്നത് റോളിംഗ് മോഷനാണ് കേട്ടോ, റോളിംഗ് മോഷനാണ്. ദെൻ വീൽസിൻ്റെ കാര്യം അങ്ങനെ തന്നെ, റൊട്ടേഷനും വരുന്നുണ്ട്, അതിങ്ങനെ മുന്നോട്ട് പോകുന്നതോടെ തന്നെ ലീനിയറും വരുന്നുണ്ട്. സോ രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി? റോളിംഗ് മോഷൻ, ഉരുളൽ ചലനമായി കേട്ടോ. സോ ആ സൈക്കിളിന്റെ ഓരോ പാർട്സിന്റെ മോഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ലാസ്റ്റ് ടോപ്പിക് വരുന്നതാണ് പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. ഗിയേഴ്സ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മിക്ക ഡിവൈസുകളിലും മിക്ക മെഷീൻസിലും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗിയേഴ്സ്. എന്തിനാണെന്ന് അറിയോ? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ആണ് നമ്മൾ നോർമലി ഗിയർ യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും എങ്ങനെയാണെന്ന് ഗിയർ യൂസ് ചെയ്യുന്നത്? ഒരു വലിയ ഗിയർ വെച്ച് ചെറിയ ഗിയറിനെ കറക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഓക്കെ, വലിയ ഗിയർ നമ്മൾ ഇങ്ങനെ കറക്കി ഇവിടെ എത്തുമ്പോഴേക്കും ചെറിയത് ചിലപ്പോൾ ഒരു റൊട്ടേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വലുത് ഒരു പ്രാവശ്യം കറക്കുമ്പോഴേക്കും ചെറുതൊരു 3-4 റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്പീഡ് കൂട്ടാനായിട്ടാണ്, അതായത് ഈ ചിത്രം ബി കാണിക്കുന്നത് സ്പീഡ് ഇൻക്രീസസ്. ചിത്രം എയിൽ എന്താ പറയുന്നത്? ചെറുതിനെ വെച്ചിട്ട് വലുതിനെ കറക്കാണ്, അവിടെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് കുറയ്ക്കാനും അതുപോലെ സ്പീഡ് കൂട്ടാനും നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യും. അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വലുത് വെച്ച് ചെറുത് കറക്കുകയാണെങ്കിൽ സ്പീഡ് കൂടും, ചെറുത് വെച്ച് വലുത് കറക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഏതാണ് താഴെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ളത്? തെറ്റുള്ളത് ഉണ്ടെങ്കിൽ അതേ തിരുത്തി എഴുതണം. ഫസ്റ്റ് വൺ വായിക്കാം. ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു വസ്തുവിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം. ശരിയാണ്, ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നത്. Gears are used only to increase speed. വേഗം കൂട്ടാൻ വേണ്ടി മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് പറയുന്നത്. വേഗം കൂട്ടാൻ വേണ്ടി മാത്രമല്ല, വേഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് തെറ്റാണ്. എങ്ങനെ വേണം പറയാൻ? Gears are used to increase and decrease speed എന്ന് വേണം വരാനായിട്ട്. Then അടുത്തത്, all objects on the earth that are assumed to be at rest are moving along with the earth. ഭൂമിയിൽ നമ്മൾ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ശരിയാണ്, ചലിക്കുന്നുണ്ട്. ഓക്കെ, then the turning of the hand of the clock is linear motion. ക്ലോക്കിന്റെ സൂചി തിരിയുന്നത് നേർരേഖ ചലനമാണോ? അല്ല, അത് സർക്കുലർ മോഷൻ ആണ്. സോ അത് തെറ്റാണ്. അപ്പോൾ എയും സിയും കറക്റ്റ് ആണ്, ബിയും ഡിയും തെറ്റാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Examine the given movements. Is there a different movement among these three? തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിച്ചിട്ട് ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത് നോക്കാം. മോഷൻ ഓഫ് എ സ്വിംഗ്, മോഷൻ ഓഫ് എ ക്രാഡിൽ, അതായത് നമ്മളുടെ ഊഞ്ഞാലിലുള്ള തൊട്ടിലിന്റെ ആട്ടമാണ് വരുന്നത്. അത് എന്താണ്? അത് ഓസിലേഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയുന്നുണ്ട്, ഓസിലേഷൻ ആണ്. മോഷൻ ഓഫ് ദ പെൻഡുലം ക്ലോക്ക്, പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലം മൂവ് ചെയ്യുന്നത്, അതെന്താണ്? പെൻഡുലം മൂവ് ചെയ്യുന്നത് അതും ഓസിലേഷൻ തന്നെയാണ്. ഓക്കെ, രണ്ടും സെയിം ആണ്. മോഷൻ ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു പ്രോങ്സ് എന്ന് പറയുന്ന കമ്പിയല്ലേ, ആ കമ്പികൾ ആടുന്നത് അത് ഓസിലേഷൻ ആണോ? അല്ല, ചെറിയ വ്യത്യാസമുണ്ട്, അത് വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ വ്യത്യാസമുള്ളത് ആരാണ്? വൈബ്രേഷൻ വന്നിരിക്കുന്നത് ട്യൂണിംഗ് ഫോർക്ക് മാത്രമാണ്, ബാക്കി രണ്ടും ഓസിലേഷൻസ് ആണ്. സോ ഈ ആൾ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ള ആൾ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഡ്രോൺ യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേരെയുള്ളൊരു വര വരച്ചു. താഴെ കൊടുത്തിട്ടുള്ളതിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, അതുമായിട്ട് സാമ്യമുള്ള മോഷൻ ഏതാണ്? മൂവ്മെന്റ് ഓഫ് വൈപ്പർ ഓഫ് വെഹിക്കിൾസ്. വൈപ്പർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഓസിലേഷൻ ആണ്. അപ്പോൾ അതല്ല, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരണം.
മൂവ്മെന്റ് ഓഫ് എ കോമ്പസ് വൈൽ ഡ്രോയിങ് എ സർക്കിൾ. സർക്കിൾ വരക്കുമ്പോൾ കോമ്പസ് മൂവ് ചെയ്യുന്നത് അല്ല, വട്ടത്തിലാണ് പോകുന്നത്, സർക്കുലർ ആണ്, അതല്ല. മൂവ്മെന്റ് ഓഫ് എ ലിഫ്റ്റ്. ലിഫ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമ്മൾ സ്കെയിൽ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നതുമായിട്ടുള്ള കറക്റ്റ് ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? മൂവ്മെന്റ് ഓഫ് എ ലിഫ്റ്റ്. കാരണം രണ്ടും എന്താണ്? ലീനിയർ മോഷൻ ആണ്. അടുത്തേതാണ്? മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അവേ. കല്ലെറിയുന്നത് അത് സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് മൂവ്മെന്റ് ഓഫ് എ ലിഫ്റ്റ്. ലിഫ്റ്റിന്റെ ചലനമാണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സം സിറ്റുവേഷൻസ് ഓഫ് മോഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ബിലോ. കുറച്ച് മോഷൻസിന്റെ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ആദ്യം നമുക്ക് കറക്റ്റ് ഗ്രൂപ്പ് ഏതാന്ന് കണ്ടുപിടിക്കാം. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്. ഗ്രൂപ്പ് 1 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 സിറ്റുവേഷൻസ് ഉണ്ട്. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്, പമ്പരം കറങ്ങുന്നു. ദെൻ ഡ്രോസ് എ സർക്കിൾ യൂസിങ് കോമ്പസ്. കോമ്പസ് വെച്ചിട്ട് നമ്മളൊരു വൃത്തം വരക്കുന്നു. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ് എന്ന് പറയുന്നത് റൊട്ടേഷൻ മോഷൻ ആണ്, പക്ഷേ വട്ടം വരക്കുന്നത് സർക്കുലർ മോഷൻ ആണ്. അപ്പൊ ഈ 2 പേഴ്സും തെറ്റാണ്. ഒരേപോലത്തെ പേഴ്സ് വേണം നമുക്ക്. രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കിയാൽ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ മോഷൻ ഓഫ് ആൻ ഓക്സ് അറൌണ്ട് ആൻ ഓയിൽ പ്രസ്, അതായത് ചക്കിന് ചുറ്റും കാള കറങ്ങുന്നത്, അത് എന്തായാലും നമുക്ക് എന്തല്ല? റൊട്ടേഷൻ മോഷൻ അല്ല. സോ ഇത് ഈ ഗ്രൂപ്പും തെറ്റാണ്. ദെൻ അടുത്തത് ലിഫ്റ്റ് ഗോയിങ് അപ്പ്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നത് ലീനിയർ മോഷൻ ആണ്. മോഷൻ ഓഫ് എ ബുള്ളറ്റ്, ബുള്ളറ്റ് പോകുന്നത് എന്ത് തന്നെയാണ്? ലീനിയർ മോഷൻ ആണ്. സോ ഗ്രൂപ്പ് 3 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുന്നത്. ഏതാണ് അതിന്റെ? ലീനിയർ മോഷൻ ആണ് 2 പേരിലും വരുന്നത് കേട്ടോ. നേർരേഖാചലനമാണ്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകളെ നമുക്കൊന്ന് കറക്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആക്കാം. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് വിച്ച് ഹാസ് റൈറ്റ് പെയർ. റൈറ്റ് പെയർ ഉള്ളത് ഏതായിരുന്നു? ഗ്രൂപ്പ് 3 ആയിരുന്നു അല്ലെ, അത് നമുക്ക് കിട്ടി. ദെൻ റീഅറേഞ്ച് ദ അതർ 2 ഗ്രൂപ്പ്സ്. തെറ്റായിട്ടുള്ള 2 ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റണം. ഞാൻ അത് കാണിച്ചു തരാം. ഗ്രൂപ്പ് 1 നമ്മൾ എന്താക്കി? റൊട്ടേഷൻ ഓഫ് എർത്തും അതുപോലെ റൊട്ടേഷൻ ഓഫ് ടോപ്പും, പമ്പരത്തും കറങ്ങുന്നതും എർത്ത് കറങ്ങുന്നതും നമ്മൾ ഒരുമിച്ചാക്കി. ഇവ രണ്ടും എന്തായി? റൊട്ടേഷണൽ മോഷനായി. രണ്ടും റൊട്ടേഷണൽ മോഷനായി. ഗ്രൂപ്പ് 2 നമ്മൾ എങ്ങനെയാക്കി? ഡ്രോസ് എ സർക്കിൾ യൂസിങ് കോമ്പസ്. കോമ്പസ് വെച്ച് വട്ടം വരക്കുമ്പോഴും അതുപോലെ ചക്കിന് ചുറ്റും കാള ഓടുമ്പോഴും രണ്ടും എന്ത് തന്നെയാണ്? സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ ഗ്രൂപ്പ് 3 കറക്റ്റ് ആയിരുന്നു ഓൾറെഡി, അത് ലീനിയർ മോഷൻ ആയിരുന്നു. ഗ്രൂപ്പ് 1 ഇപ്പം നമ്മൾ എന്താക്കി? റൊട്ടേഷണൽ മോഷൻ ആക്കി. ഗ്രൂപ്പ് 2 നമ്മൾ സർക്കുലർ മോഷന്റെ ഗ്രൂപ്പ് ആക്കി കേട്ടോ. ഓക്കെ, ഒബ്സർവ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ഗിയേഴ്സ് ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇതിനകത്ത് ഗിയേഴ്സിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഗിയർ കറക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ രണ്ടാമത്തെ ഗിയർ കറങ്ങും. ഈ 2നും 3നും സെയിം സ്പീഡ് ആയിരിക്കുള്ളൂ. ഇനി ഈ 3 കറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരുടെയും ഡയറക്ഷനും സെയിം ആയിരിക്കും, സ്പീഡും സെയിം ആയിരിക്കും. ഈ 3 കറങ്ങുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ 4 കറങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഈ ഗിയർ കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി ഈ തന്നിരിക്കുന്ന ഫിഗർ വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. ദ സെക്കൻഡ് ഗിയർ റൊട്ടേറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫസ്റ്റ് ഗിയർ. ഫസ്റ്റത്തേന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുള്ളൂ സെക്കൻഡ് കറങ്ങുന്നത്. കറക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഈസ് ട്രൂ. ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ഗിയർ വിൽ റൊട്ടേറ്റ് ഇൻ ദ സെയിം സ്പീഡ്. തേർഡും ഫസ്റ്റും സെയിം സ്പീഡിൽ കറങ്ങുന്ന പറയുന്നത് അല്ല, അത് തെറ്റാണല്ലേ. സെക്കൻഡും തേർഡും ആണ് സെയിം സ്പീഡിൽ കറങ്ങുന്നത്. സോ ഇത് തെറ്റാണ്. ദെൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോർത്ത് ഗിയർ ആൻഡ് ദ ഫസ്റ്റ് ഗിയർ വിൽ ബി സെയിം. 4ാമത്തെ ഗിയറിന്റെയും 1ാമത്തെ ഗിയറിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ ഇത് കറങ്ങുന്നത്. ദെൻ ഇവിടെ നിന്ന് ഈ സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കറങ്ങുന്നു. സോ 1ഉം 4ഉം സെയിം ആയിരിക്കും. യെസ്, 4ും 1ഉം സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് ട്രൂ. ദെൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയേഴ്സ് വിൽ ഹാവ് ദ സെയിം സ്പീഡ്. സെക്കൻഡിനും തേർഡിനും സെയിം സ്പീഡാണ്. യെസ്, അതും ശരിയാണ്. ദെൻ ദ ഫോർത്ത് ആൻഡ് ദ തേർഡ് ഗിയർ റൊട്ടേറ്റ് ഇൻ ദ സെയിം സ്പീഡ്. തേർഡും ഫോർത്തും സെയിം സ്പീഡിൽ കറങ്ങുന്ന പറയുന്നത് അല്ല, കാരണം രണ്ടിന്റെ സൈസ് വ്യത്യാസമുണ്ട്. സോ സെയിം സ്പീഡ് ആയിരിക്കില്ല. സോ ഇത് തെറ്റാണ്. സോ നമുക്ക് 1ഉം 3ഉം 4ഉം ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഗിയേഴ്സ് ഇൻ എ മെഷീൻ. ഒരു മെഷീനിൽ ഗിയർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് പറഞ്ഞു സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ ഡയറക്ഷൻ മാറ്റാനും ദിശ മാറ്റാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ. ദെൻ നമുക്ക് 2 ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദ മൂവ്മെന്റ് ഓഫ് പെൻഡുലം ഇൻ എ ക്ലോക്ക്. ക്ലോക്കിനകത്ത് പെൻഡുലം മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻസ്റ്റന്റ് ആണ് ട്യൂണിംഗ് ഫോർക്ക് മൂവ് ചെയ്യുന്നത്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ മോഷൻസ് ഇൻ ദീസ് 2 ഇൻസ്റ്റൻസ്. എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റി ഓഫ് എനി വൺ മോഷൻ. ഈ 2 ടൈപ്പ് ഓഫ് മോഷൻ ഏത് ടൈപ്പാണെന്ന് പറയണം. മൂവ്മെന്റ് ഓഫ് പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലത്തിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനമാണ്. സെക്കൻഡ് ഇൻസ്റ്റന്റ് ട്യൂണിംഗ് ഫോർക്ക് മൂവ് ചെയ്യുന്നതാണ്. അത് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2നും പേര് കൊടുത്തു. ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പെക്യുലാരിറ്റി, ഒരെണ്ണത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 2ഉം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓസിലേഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ബോത്ത് സൈഡ്സ് അബൌട്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയ ഒരു വസ്തു ഇരുവശങ്ങളിലേക്ക് നടക്കുന്ന ചലനമാണ് ദോലനം. വൈബ്രേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ക്വിക്ക് ഓസിലേഷൻ. ദ്രുതഗതി, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് among the statements is wrong about rotation? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഭ്രമണത്തെ സംഭവിച്ച് റൊട്ടേഷന് സംഭവിച്ചിട്ട് റോങ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്.
ഫസ്റ്റ് വായിച്ചു നോക്കാം. റൊട്ടേഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതാണ് റൊട്ടേഷൻ. അത് കറക്റ്റ് ആണ്, അതിന്റെ ഡെഫിനിഷൻ ആണ്, അത് കറക്റ്റ് ആണ്. റൊട്ടേഷൻ ഇസ് ഓൾവേസ് അബൌട്ട് എ സർക്കുലർ പാത്ത്. എപ്പോഴും സർക്കുലർ പാത്തിലായിരിക്കും റൊട്ടേഷൻ എന്ന് പറയുന്നത്. യെസ്, സർക്കുലർ പാത്തിലായിരിക്കുള്ളൂ. ദെൻ ദ റൊട്ടേറ്റിംഗ് ഒബ്ജക്ട് വിൽ നെവർ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ആസ് എ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷന്റെ ഫലമായിട്ട് എന്താണ്, അതിന്റെ പൊസിഷൻ മാറുന്നില്ല എന്നാണ് പറയുന്നത്. യെസ്, പൊസിഷൻ മാറുന്നില്ല, അവിടെ തന്നെയാണ്. Then the axis of rotation will always be inside the object which is rotating. റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും എപ്പോഴും ആക്സിസ് വരിക എന്ന് പറയുന്നത്. എപ്പോഴും ഉള്ളിൽ തന്നെ ആക്സിസ് വരണം നിർബന്ധമില്ല. ഇമാജിനറി ആക്സിസ് ചിലപ്പോൾ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലായിരിക്കാം, അങ്ങനെ വരാം. ചിലപ്പോൾ സർഫസിലായിരിക്കാം. എപ്പോഴും ആക്സിസ് ഉള്ളിലാവണം നിർബന്ധമില്ല. സോ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഭ്രമണചലനത്തിന് ആധാരമാക്കുന്ന അക്ഷം ഭ്രമണ വസ്തുവിന് ഉള്ളിലായിരിക്കും എന്നുള്ളത് തെറ്റാണ്. ചിലപ്പോൾ എപ്പോഴും ഉള്ളിലായിരിക്കണം നിർബന്ധമില്ല. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അയ്യോ, ആൻസർ വന്നു. While considering the movement of the cycle tire, which among the following motion is not applicable? സൈക്കിളിന്റെ ടയർ മൂവ് ചെയ്യുന്നതിൽ ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയല്ലാത്ത ഏതാണ്? റൊട്ടേഷൻ ഉണ്ടോ? സൈക്കിളിന്റെ ടയറിൽ റൊട്ടേഷൻ ഉണ്ട്, സർക്കുലാർ മോഷൻ ഉണ്ട്, അതുപോലെ ലീനിയർ മോഷനും ഉണ്ട്. നേരെ പോകുന്നുണ്ട്, ലീനിയർ ഉണ്ട്, സർക്കുലാർ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. പക്ഷെ ഓസിലേഷൻ ഇല്ല അല്ലേ? സൈക്കിളിന്റെ ടയറിന് ഓസിലേഷൻ ഇല്ല, റൊട്ടേഷനും സർക്കുലാറും ലീനിയർ ആണുള്ളത്. ഇതിൽ തന്നെ റൊട്ടേഷനും ലീനിയറും ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തായി? റോളിംഗ് മോഷൻ ആയിട്ടോ. നെയിം 2 ഡിവൈസസ് ഇൻ വിച്ച് ഗിയേഴ്സ് ആർ യൂസ്ഡ്. പൽചക്രങ്ങൾ ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങൾ. എന്തോരം ഡിവൈസസ് ഉണ്ടല്ലേ? സൈക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ബൈസിക്കിൾസ്, ക്ലോക്സ്, വാച്ച്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗിയേഴ്സ് വരെയാണ് ഇതിനകത്ത് മെയിൻ ടോപ്പിക്സ് വരും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ ലെറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ പുതിയ സിലബസ് ആണ്. സോ നമുക്ക് ഇതിൽ പഠിച്ച ടോപ്പിക്സ് തന്നെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ എന്തായാലും കംപ്ലീറ്റ് റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. നമ്മൾ എന്തായാലും അടുത്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തായാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.